ദേവപഞ്ചമി ഭാഗം 53. പ്രസവിക്കാതെ തന്നെ എനിക്ക് എൻ്റെ മോൾക്ക് മുലയൂട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഞാൻ. അത് വന്നു നിന്നത് ആന്റിയിലായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കുമോ? അവൾ വീണ്ടും ചോദിച്ചതും, മോള് ഇത് ആര്യനോട് പറഞ്ഞോ? ഇല്ല, ഞാനും ആന്റിയും പിന്നെ എൻ്റെ കുഞ്ഞും മാത്രം ഇതറിഞ്ഞാ മതി. അവൾ പറഞ്ഞു നിർത്തിയതും മൈഥിലി ടേബിളിൽ ഇരുന്ന ഫോണിലേക്കാണ് നോക്കിയത്. അതിൽ ഇപ്പോഴും ഫോൺ കണക്റ്റ് ആണ് എന്ന് മനസ്സിലായതും മൈഥിലി സീറ്റിലേക്ക് ചാരിയിരുന്നു. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ നീ ഈ തീരുമാനത്തിലെത്തിയത്? ഇതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ശരീരത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നീ ഒരുപാട് വണ്ണം വയ്ക്കും. പിന്നെ പ്രശ്നങ്ങൾ കുറെ ഉണ്ടാവും നിനക്ക്. എനിക്കറിയാം, ഞാൻ അതെല്ലാം വായിച്ചിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപകാരമൊന്നും ഇല്ലല്ലോ. എന്റെ കുഞ്ഞിനെങ്കിലും ഉണ്ടാകട്ടെ. അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പഞ്ചമി, പ്രസവിക്കാതെയും സ്ത്രീകൾക്ക് മുലപ്പാൽ ഉണ്ടാകുമോ എന്ന് നീ ചോദിച്ചാൽ ഉണ്ടാകും. ഇതിനെ മെഡിക്കൽ ഭാഷയിൽ ഇൻഡ്യൂസ്ഡ് ലാക്ടേഷൻ, പ്രേരിത മുലയൂട്ടൽ അല്ലെങ്കിൽ അഡോപ്റ്റീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് വിളിക്കുന്നത്. സ്ത്രീകളുടെ ശരീരത്തില് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോൺ വഴിയാണ്. പ്രോലാക്റ്റിൻ പാൽ ഉണ്ടാക്കാൻ, ഓക്സിറ്റോസിൻ പാൽ പുറത്തേക്ക് വരാൻ. ഗർഭധാരണം ഇല്ലെങ്കിലും ഇവയെ മെഡിക്കൽ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സാധിക്കും. സാധാരണയായി ചെയ്യുന്ന ചികിത്സാ മാർഗങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റ്, ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ കുറച്ചു കാലത്തേക്ക് ചെയ്തിട്ട് പിന്നീട് ഇവ നിർത്തി പ്രൊലാക്റ്റിൻ വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് ചെയ്യുന്നത്. എന്ന് വിചാരിച്ച് സ്വയം മരുന്ന് കഴിക്കരുത്. ഗൈനക്കോളജി ഡോക്ടറിന്റെ മേൽനോട്ടം അനിവാര്യമാണ്. ആദ്യ ദിവസങ്ങളിൽ പാല് കുറവായിരിക്കും, അത് സ്വാഭാവികമാണ്. പിന്നീട് കുഞ്ഞുമായിട്ടുള്ള ഒരു മാനസിക ബന്ധം, ഓക്സിറ്റോസിൻ ഹോർമോൺ വർദ്ധിപ്പിക്കാൻ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, സ്നേഹത്തോടെ സംസാരിക്കുക, ഇതിന് ശാസ്ത്രീയമായ പ്രാധാന്യമുണ്ട്. എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ ചിലർക്ക് 2-4 ആഴ്ചകളും ചിലർക്ക് 2-3 മാസം. എല്ലാവർക്കും ഒരുപോലെ പാല് ഉണ്ടാകണമെന്നില്ല. പിന്നെ ഇതുകൊണ്ട് തനിക്കുണ്ടാവുന്ന കുറെ മാറ്റങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ മാറിടം നിറഞ്ഞതുപോലെ തോന്നാം. അത് ശരീരം പ്രതികരിക്കുന്നതിന്റെ ലക്ഷണമാണ്. പിന്നെ വേദന അല്ലെങ്കിൽ ചെറിയൊരു ചൂട്. ഇനി ശരീരം നന്നായിട്ട് തളരുന്നത് പോലെ തോന്നാം. ചിലപ്പോൾ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടും. ഉറക്കം കുറയും. ചിലർക്ക് വിശപ്പുണ്ടാകും. ചിലർക്ക് ഭക്ഷണം വേണ്ട എന്ന് തോന്നും. പീരീഡ്സ്, അതിന് മാറ്റങ്ങൾ വരാം. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഭാവിയിൽ അമ്മയാകാനൊന്നും തടസ്സം ഉണ്ടാകില്ല. പിന്നെ നല്ല തലവേദന ഉണ്ടാകും. നെഞ്ചില് അസഹ്യമായ വേദന ഉണ്ടാകും. അമിതമായ വിഷാദം, ശരീരത്തിന് അസാധാരണമായ ഒരു വീക്കം, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. ഇതെല്ലാം സഹിക്കാൻ പഞ്ചമി തയ്യാറാണോ? മൈഥിലി ചെയറിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് വീണ്ടും ചോദിച്ചു. തയ്യാറാണ്. എന്റെ മോൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും എന്ത് വേദന അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്, അവൾ പറഞ്ഞു. പെട്ടെന്നാണ് ഡോക്ടറിന്റെ ക്യാബിൻ തള്ളി തുറന്ന് ആര്യൻ അകത്തേക്ക് വന്നത്. അപ്പോഴും ആര്യന്റെ ചെവിയിൽ ഫോൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ പഞ്ചമി ആര്യനെ കണ്ടതും ഒന്ന് ഞെട്ടി. ആര്യൻ പഞ്ചമിയുടെ മുന്നിൽ വന്ന് നിന്നു. കയ്യിലെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോക്കറ്റിലേക്ക് വെച്ചു. എന്താണ് നിന്റെ ഉദ്ദേശം? ആര്യൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടാണ് ചോദിച്ചത്. ആ സമയം ആര്യന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കായിരുന്നു. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു. പറ ദേവ, എന്താ നിന്റെ ഉദ്ദേശം? ആര്യന്റെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതുപോലെ മൈഥിലി കസേരയിൽ നിന്നും എഴുന്നേറ്റു. അച്ചു, വേണ്ട. ആ കുട്ടി അവളുടെ മനസ്സിലെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ അതിന്റെ ദോഷങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതിൽ നീ ദേഷ്യപ്പെടാൻ മാത്രം ഒന്നുമില്ല. ഡോക്ടർ മൈഥിലി മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അച്ചു, നിന്റെ മോളെ ഈ പെൺകുട്ടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നിന്റെ മോളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് മനസ്സിലാക്ക്. അല്ലാതെ അവളോട് ദേഷ്യപ്പെടുകയല്ല നീ വേണ്ടത്. ഇതുപോലെ ഒരു അമ്മയെ നിന്റെ മകൾക്കായിട്ട് കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്, മൈഥിലി പറഞ്ഞു. അപ്പോഴും പഞ്ചമി ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴും ആര്യന്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. അച്ചു, ഇതിലും എളുപ്പമുള്ള വഴിയല്ലേ? ഈ കുട്ടിക്ക് അമ്മയാവാനുള്ള അവസരം കൊടുക്ക് നീ. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്. നീ ഈ കുട്ടിയെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് മനസ്സുകൊണ്ടാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ സ്നേഹത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കും ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്ന പോരെ? അപ്പൊ പഞ്ചമിയുടെ ആഗ്രഹം സാധിക്കും. നാഗമോൾക്ക് മുലയൂട്ടാൻ നിന്റെ ഭാര്യയ്ക്ക് സാധിക്കും. അപ്പോ അതല്ലേ അച്ചു നല്ലത്? മൈഥിലി ചോദിച്ചു.
അപ്പോഴും ആര്യൻ തല കുനിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന പഞ്ചമിയെ നോക്കി. പിന്നെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. ആന്റി, ഞാൻ വിളിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ആര്യൻ പഞ്ചമിയെ കൊണ്ട് ആ റൂമിന്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ആര്യൻ പഞ്ചമിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നടന്നു. ഒന്നും മിണ്ടാതെ പഞ്ചമിയും അവന്റെ കൂടെ തന്നെ നടന്നു. ആര്യന്റെ കാർ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു. ആര്യൻ പഞ്ചമിയെ കൊണ്ടുവന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി. മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുത്തുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ വന്ന് കയറി. ആര്യന്റെ കാറ് അവിടെ നിന്നും വളരെ വേഗത്തിൽ പുറത്തേക്ക് പോയി. വണ്ടിയിൽ ഇരുന്നിട്ട് ആര്യനും പഞ്ചമിയും ഒന്നും മിണ്ടിയില്ല. ആര്യന്റെ ദേഷ്യം മുഴുവനും അവൻ കാറിന്റെ സ്പീഡിൽ തീർക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം മൈഥിലി ഫോൺ എടുത്ത് സിദ്ധുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സിദ്ധു, അച്ചു വല്ലാത്ത ദേഷ്യത്തിലാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അവൻ ആ കുട്ടിയെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുവോ? മൈഥിലി ചോദിച്ചു. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, സിദ്ധു പറഞ്ഞു. മോനെ, അവനോട് പ്രത്യേകം നീ പറയണം. പഞ്ചമി എന്ന് പറയുന്ന ആ പെൺകുട്ടി അവന്റെയും നമ്മുടെ നാഗമോളുടെയും ജീവിതത്തില് ഒരു ഭാഗ്യമാണ് എന്ന് പറയണം. അവളെ കൈവിട്ട് കളയരുത് എന്ന് പറയണം. ഒരു സ്ത്രീയും ചിന്തിക്കാത്ത കാര്യമാണ് അവൾ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ എത്രമാത്രം നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന വരും വരായികകൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അവൾ അതിന് തയ്യാറാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. നീ എന്തായാലും അച്ചുവിനെ വിളിച്ച് സമാധാനിപ്പിക്ക്. അവർ വീട്ടിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് എന്നറിയില്ല, മൈഥിലി പറഞ്ഞു. ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ആര്യന്റെ ഫോണിലേക്ക് വിളിച്ചു സിദ്ധു. ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നോക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല ആര്യൻ. ആര്യന്റെ കാറ് ചെന്ന് നിന്നത് അമ്പാട്ട് വീടിന്റെ മുറ്റത്തായിരുന്നു. അത് കണ്ടതും പഞ്ചമി ആര്യനെ ഒന്ന് നോക്കി. എന്നാൽ അവളെ നോക്കാതെ ആര്യൻ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. അത് കണ്ടതും പഞ്ചമി കുഞ്ഞിനെ തോളിലേക്ക് ഇട്ടുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയതും ആര്യന്റെ അടുത്തേക്ക് അന്ന് കണ്ട ആ ജോലിക്കാരൻ ഓടി വന്നു. അവന്റെ കയ്യിൽ താക്കോലും ഉണ്ടായിരുന്നു. അതയാൾ ആര്യന്റെ കയ്യിൽ കൊടുത്തു. ഇനി എന്തെങ്കിലും വേണോ സർ? അയാൾ ചോദിച്ചു. വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ആര്യൻ പറഞ്ഞതും അയാൾ അവിടെ നിന്നും തിരിച്ചു പോയി. ആര്യൻ പഞ്ചമിയെ ഒന്ന് നോക്കാതെ വീടിന്റെ മുന്നിലേക്ക് നടന്നു. താക്കോലിട്ട് ഡോറ് തുറന്ന് അവൻ അകത്തേക്ക് കയറി. അപ്പോഴും മുറ്റത്ത് ആര്യനെ തന്നെ നോക്കി നിൽക്കായിരുന്നു പഞ്ചമി. കുഞ്ഞ് തോളിൽ കിടന്ന് നല്ല ഉറക്കമാണ്. പിന്നീട് അവളും പതിയെ അകത്തേക്ക് നടന്നു. അവൾ അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു ലിവിംഗ് റൂമിലെ സോഫയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ ഇരിക്കുന്ന ആര്യനെ. അവൾക്ക് എന്തുകൊണ്ടോ അവന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്ത്, ആര്യൻ പറഞ്ഞതും പഞ്ചമി അവനെയൊന്ന് നോക്കി. എന്നിട്ടും പോകാതെ നിൽക്കുന്ന അവളെ കണ്ടതും കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്താനാ പറഞ്ഞത്. നല്ല ദേഷ്യത്തിലാണെങ്കിലും ശബ്ദം കൂടാതെയാണ് അവൻ പറഞ്ഞത്. അത് കേട്ടതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് താഴത്തെ ബെഡ്റൂമിലേക്ക് നടന്നു. കുഞ്ഞിനെ ബെഡിൽ കിടത്തിക്കൊണ്ട് അവൾ ചുറ്റും നോക്കി. മുറിയെല്ലാം അപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആ റൂമിൽ നിന്ന് കൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കി. അവൾക്ക് ആര്യന്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട്. പക്ഷെ അവന്റെ ദേഷ്യം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭയവും തോന്നി. അവൾ കുഞ്ഞിന്റെ അടുത്ത് ബെഡിലിരുന്നു. അപ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വന്നത്. അവൻ വന്ന് പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി. അവളെ കൊണ്ടുവന്ന് അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ നിന്നെ ഒരിക്കലും കരയിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല എന്ന് ദേ ഇവർക്ക് വാക്ക് കൊടുത്തതാണ്. പക്ഷെ നീയായിട്ട് തന്നെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. എന്താ നീ ഉദ്ദേശിച്ചത്? ഇപ്പോ അങ്ങനൊരു കാര്യത്തിന് എന്തിനാ നീ എന്റെ അനുവാദമില്ലാതെ ഇറങ്ങിയത്? ആര്യൻ ചോദിച്ചു. അത് അത് ഞാൻ അച്ചുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ. അതിന്റെ കാരണം. എന്ത് കാരണം? എന്താ നീ പറയുന്നത്? നീ എന്നോട് അന്ന് ചോദിച്ചത് ഒരു കുഞ്ഞിനെയാണ്. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് എന്താണ്? തരില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമൊന്നുമില്ല. ഇപ്പോ വളരെ കുറച്ച് നാളത്തെ സംസാരവും പരിചയവും മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് മാനസികമായിട്ടൊന്ന് അടുക്കണ്ടേ? നിനക്ക് യാതൊരു പേടിയുമില്ലാതെ എന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ദേവ ഇപ്പോഴും? ഇല്ല. എന്നിട്ട് ഞാൻ എങ്ങനെയാ നിനക്ക് ഒരു കുഞ്ഞിനെ തരേണ്ടത്? ഒരു കുഞ്ഞിന് വേണ്ടി മാത്രം മതിയോ നമ്മൾ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻ? അങ്ങനെ മതിയോ ദേവ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ്? അല്ല. നിനക്കറിയോ ദേവ,
ഞാനും അരുന്ധതിയും തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടായത് ഒരേ ഒരു ദിവസമാണ്. അന്ന് എനിക്ക് എന്താ സംഭവിച്ചത് എന്ന് പോലും ഓർമ്മയില്ല. അരുന്ധതിയെക്കുറിച്ചും ബ്രഹ്മദത്തിനെക്കുറിച്ചും എല്ലാം അറിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ അവളുമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് എനിക്ക് എന്റെ മോളെയും കിട്ടി. ഞാൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവായിരുന്നു. പക്ഷെ നീ അങ്ങനെയല്ല. നിനക്ക് നീ ആഗ്രഹിക്കുന്നില്ലേ നല്ലൊരു ജീവിതം, നല്ലൊരു പ്രണയം, ഭർത്താവിന്റെ കരുതൽ, സ്നേഹം എല്ലാം നീ ആഗ്രഹിക്കുന്നില്ലേ? അതെല്ലാം ഞാൻ നിനക്ക് തരണ്ടേ ദേവാ? അങ്ങനെ സ്നേഹിച്ചും പ്രണയിച്ചുമല്ലേ നമ്മുടെ ഇടയിലേക്ക് ഒരാൾ വരേണ്ടത്? എല്ലാവരെയും പോലെ ഒരു ദുഷ്ടനായിട്ടോ അല്ലെങ്കിൽ ആരോടും സ്നേഹമില്ലാതെ, സ്നേഹത്തിൽ സംസാരിക്കാൻ അറിയാത്ത, എല്ലാവരോടും പരുക്കനായിട്ട് സംസാരിക്കുന്ന ഒരു സ്നേഹമില്ലാത്ത ആളായിട്ടാണോ നീയും എന്നെ കാണുന്നത്? എന്നാ അങ്ങനെയല്ല ദേവാ. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നെ കാത്തിരിക്കുന്ന, എന്നെ പ്രണയിക്കുന്ന, സ്നേഹം കൊണ്ടും പ്രണയം കൊണ്ടും എന്നെ വീർപ്പ് മുട്ടിക്കുന്ന, എനിക്ക് എനിക്ക് എല്ലാമാകുന്ന ഭാര്യ, അമ്മ, കാമുകി, കൂട്ടുകാരി, അങ്ങനെ എല്ലാമാകുന്ന ഒരു പെണ്ണിനെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഓടി നടന്ന് ഓരോന്ന് പിടിച്ചെടുക്കുമ്പോഴും ഒരു വാശി, പുലിക്കാട്ടിൽ ആര് വീർ തോറ്റു പോകരുത് എന്നാണ്. അതിന് കൂട്ടായിട്ട് തോറ്റു പോകുമ്പോൾ, വീഴാൻ പോകുമ്പോൾ ഒരു താങ്ങായിട്ട് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. ഞാനും ഒരു മനുഷ്യനാണ് ദേവാ. അന്ന് ശ്രേയ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ ആര്യവീർ പുലിക്കാട്ടിനെ കൊണ്ട് പറ്റില്ലേ എന്ന്. പറ്റും ദേവാ. സന്തോഷിപ്പിക്കാൻ മാത്രമല്ല, പ്രണയിക്കാനും പൊതിഞ്ഞു പിടിക്കാനും കരുതലും സ്നേഹവും ബഹുമാനവും എല്ലാം നൽകാനും എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല ദേവാ. എനിക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങള്. നല്ലൊരു ഭാര്യ, നല്ലൊരു കുടുംബം, കുഞ്ഞുങ്ങള്, എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലി. ഒരുപാട് സ്വത്തോ പണമോ ഒന്നും വേണ്ട. എന്നാലും എൻ്റെ മക്കൾക്കും എൻ്റെ പെണ്ണിനും എൻ്റെ കുടുംബത്തിനും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇരിക്കാനുള്ളത് സമ്പാദ്യം അതുണ്ടാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പകരം എന്നെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. ജോലി കഴിഞ്ഞു വരുമ്പോ സ്നേഹത്തോടെ വന്ന് എന്തു പറ്റി, ഇന്ന് ടയേർഡായാലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് മതിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ദൈവ ഞാൻ ആഗ്രഹിച്ചത് വേറെ, കിട്ടിയത് വേറെ. അരുന്ധതി എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അവൾക്ക് എപ്പോഴും ആവശ്യം പണമായിരുന്നു, സ്വത്തായിരുന്നു. അതിനുവേണ്ടി അവളും അവളുടെ വീട്ടുകാരും കളിച്ചു. അതില് എൻ്റെ വീട്ടുകാർ വീണുപോയി. പല പ്രാവശ്യം പറഞ്ഞു വേണ്ട എന്ന്. പക്ഷേ മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും എല്ലാം വാക്കിനെ എതിർക്കാൻ പറ്റിയില്ല, നാണം കെടുത്താൻ പറ്റിയില്ല. സമ്മതിച്ചു. ജീവിതത്തിലേക്ക് കൂട്ടി. വലിയൊരു പരാജയത്തിലേക്ക് ചെന്നുപെട്ടു. പക്ഷെ അവിടെ നിന്നും ഞാൻ കരകയറി എൻ്റെ കുഞ്ഞിന് വേണ്ടി. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പുതിയൊരു ആര്യനായിട്ടാണ്. എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണാണ് നീ. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്ന ദേവ. ആര്യൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ രണ്ട് കവിളിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു, സത്യം, ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം നിന്റെ ഒപ്പം, നമ്മുടെ മോളുടെ ഒപ്പം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ദേവ. അതിനിടയ്ക്ക് നീ എന്നെ ഇങ്ങനെ തോൽപ്പിക്കല്ലേ. നീയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ആ വിശ്വാസം തെറ്റാണോ? അല്ല, അല്ല അച്ചുവേട്ടാ, ഞാൻ സ്നേഹിക്കുന്നുണ്ട് അച്ചുവേട്ടനെ. ഈ ഭൂമിയിൽ ഈ ദേവിക്ക് സ്നേഹിക്കാൻ അച്ചുവേട്ടനല്ലേ ഉള്ളൂ, നമ്മുടെ മോളല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അല്ല അച്ചുവേട്ട എനിക്കുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ സ്നേഹിക്കാതിരിക്കോ? ഈ ജീവൻ വേണമെങ്കിലും തരിഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി. എനിക്ക് നിങ്ങൾ രണ്ടുപേരും അല്ലേ അച്ചുവേട്ട ഉള്ളൂ. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയല്ലേ അച്ചുവേട്ട ഞാൻ ജീവിക്കുന്നത് ഇപ്പോ. എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ മാതൃത്വം വരെ വേണമെങ്കിൽ കളയാൻ തയ്യാറായി നിന്നത് ഞാൻ. അപ്പൊ പിന്നെ അച്ചുവേട്ടനെ സ്നേഹിക്കാതിരിക്കോ? അച്ചുവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അച്ചുവേട്ട? അച്ചുവേട്ടനുള്ളത് കൊണ്ടല്ലേ എനിക്ക് എൻ്റെ മോളെ കിട്ടിയത്. ഞാൻ ഇപ്പൊ ഒരു കുടുംബത്തിൽ എല്ലാവരുടെ ഇടയിൽ പേടിയില്ലാതെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നത് അച്ചുവേട്ടൻ കാരണല്ലേ. എനിക്ക് ഇതെല്ലാം തന്ന അച്ചുവേട്ടനെ ഞാൻ സ്നേഹിക്കാതിരിക്കോ? എനിക്കും ഇഷ്ടമാണ് അച്ചുവേട്ട. പ്രാണനാണ് ഈ ദേവപഞ്ചമിക്ക്. എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട
ഈ ആര്യവീർ പുലിക്കാട്ടിൽ ദേഷ്യക്കാരൻ, വാശിക്കാരൻ, ആരോടും ഭയമില്ലാതെ മുഖത്തടിക്കുന്നത് പോലെ സംസാരിക്കുന്ന, ആരുടെ വാക്കും വില കൽപ്പിക്കാത്തവൻ എന്നെല്ലാം പറയുന്ന ഈ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിലിനെ ഈ ദേവപഞ്ചമിക്ക് പ്രാണനാണ്, ജീവനാണ്. എൻ്റെ അമ്മയും അച്ഛനും സാക്ഷി നിർത്തി പറയാണ്, എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഈ ആര്യവീറിനെ. നിങ്ങളുടെ അടുത്ത് നിന്ന് പോയാലും 3 വർഷത്തെ ആ എഗ്രിമെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് പോകേണ്ടി വന്ന എൻ്റെ എൻ്റെ അച്ചുവേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഒരു കുഞ്ഞെങ്കിലും എൻ്റെ കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അച്ചുവേട്ട. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന് പറയുന്ന പെണ്ണിനെ ആര്യൻ കണ്ണുകൾ വിടർത്തി നോക്കി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈക്കുള്ളിൽ അവളുടെ കണ്ണുനീർ വീണുകൊണ്ടിരുന്നു. അവൻ പെട്ടെന്ന് അവളെ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവളും തിരിച്ച് ആര്യനെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോഴും അവളുടെ പൊട്ടിക്കരച്ചിലുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആര്യന്റെ കണ്ണുകളും നിറഞ്ഞ് അവളുടെ ഷോൾഡറിൽ അവന്റെ കണ്ണുനീർ പതിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകി. ഞാനും സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ മോളെ. പൊന്നുപോലെ നോക്കിക്കോളാം ആര്യവീർ. ഇന്നു മുതൽ ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഈ ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ നിങ്ങളുടെ ഈ മകളെ കൈവിട്ട് കളയില്ല, ആർക്കും വിട്ട് കൊടുക്കുകയില്ല. ഇതെന്റെ വാക്കാണ്, ഈ ആര്യവീറിന്റെ വാക്ക്. അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അവൻ അവന്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളെല്ലാം ചുവന്ന് കലങ്ങിക്കൊണ്ട് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദേവാ, അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. നീ എന്റെയാണ്, ഈ ആര്യവീറിന്റെ ഭാര്യ. ഇവിടെ തുടങ്ങുകയാണ് ആര്യന്റെ പ്രണയം. നിനക്ക് മാത്രമായിട്ട് ആര്യന്റെ പ്രണയം. താങ്ങാൻ പറ്റുമോ നിനക്കെന്നെ? അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയണക്കി. പറ്റും, എനിക്ക് പറ്റും. ഞാൻ താങ്ങിക്കൊള്ളാം, ഞാൻ നോക്കിക്കൊള്ളാം പൊന്നുപോലെ അച്ഛനെയും മോളെയും. നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂടി കൂട്ടിയാൽ മതി. ഞാൻ ചേർത്ത് പിടിച്ചോളാം, എൻ്റെ പ്രാണനെ പോലെ. എൻ്റെ ഈ ശ്വാസം നിൽക്കുന്നത് വരെ രണ്ടുപേരെയും ഞാൻ ചേർത്ത് നിർത്തിക്കൊള്ളാം. എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാകൂ. അതെങ്ങനെയാ ശരിയാമോ? പെട്ടെന്ന് അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അതെങ്ങനെ ശരിയാമോ? നിന്റെ ഈ ഹൃദയത്തില് ഞാനും നമ്മുടെ മോളും മാത്രം ഉണ്ടായ, അപ്പൊ നീ ആഗ്രഹിച്ചതുപോലെ നമുക്കിടയിലേക്ക് വരുന്ന നമ്മുടെ ബാക്കിയുള്ള മക്കളോ? അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിറഞ്ഞു. ഞാനും നമ്മുടെ മക്കളും, അതാണ് നിന്റെ ഹൃദയം. നീ എന്ന് പറയുന്ന വ്യക്തി തന്നെ അത് മാത്രമായിരിക്കും. എനിക്ക് നീ പറയാതെ തന്നെ അറിയാം. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ദേവപഞ്ചമിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, പ്രത്യേകിച്ച് എന്നെയും നമ്മുടെ മോളെയും. അവൻ പറഞ്ഞതും അതെ, ഈ പഞ്ചമി സ്വാർത്ഥയാണ്. ആര്യന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് മാത്രം മതി ഈ ആര്യവീർ പുലിക്കാട്ടിലിനെ. പിന്നെ ആര്യന്റെ സ്നേഹവും പ്രണയവും. പിന്നെ അവൾ അത്രയും പറഞ്ഞു നിർത്തിയതും പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? അവൻ ചോദിച്ചു. അവൾ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ഈ ആര്യന്റെ സ്നേഹവും പ്രണയവും, പിന്നെ നമ്മുടെ പ്രണയത്തിന്റെ അടയാളങ്ങളും പ്രണയത്തിന്റെ അംശങ്ങളെയും എനിക്ക് വേണം, എനിക്ക് മാത്രം. അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിന്റെ പെരുവിരൽ കുത്തി ഒന്ന് ഉയർന്നു പൊങ്ങി. ആദ്യമായിട്ട് അവൾ അവന്റെ ചുണ്ടിൽ ചുംബിച്ചു. പെട്ടെന്നായതും ആര്യന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ ചുണ്ടുകളെ മോചിപ്പിച്ചതും അതിനനുവദിക്കാതെ അവളുടെ പിൻകഴുത്തിൽ കൈവച്ചുകൊണ്ട് അവളെ അവന്റെ ചുണ്ടിലേക്ക് തന്നെ അവൻ ചേർത്തമർത്തി. അവളുടെ ചുണ്ടിനെ അവൻ നുണഞ്ഞെടുത്തു.
ആ സമയം അവളുടെ ശരീരത്തിന്റെ വിറയൽ അവൻ അറിഞ്ഞു. അവൻ അവളെ ഇടുപ്പിലൂടെ കൈ പിടിച്ചുകൊണ്ട് അവളെ പൊക്കിയെടുത്തു. അവിടെ നിന്നും അവളെ ഒരു ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കീഴ്ച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും നുണഞ്ഞെടുത്തു. പതിയെ തുടങ്ങിയ ആ ചുംബനം ദീർഘമായി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അവളുടെ പിടച്ചിലറിഞ്ഞതും അവൻ പതിയെ, ഇഷ്ടമില്ലാഞ്ഞിട്ടും അവളുടെ ചുണ്ടിനെ ഞൊട്ടി നുണഞ്ഞുകൊണ്ട് അവൻ മോചിപ്പിച്ചു. അതെ, ഇത്ര പെട്ടെന്ന് തളർന്നോ? അപ്പോ എൻ്റെ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമല്ലോ എന്നെ താങ്ങാൻ. അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവൻ്റെ മുഖം അവളുടെ മുഖത്തോടടുപ്പിച്ചുകൊണ്ട് അവൻ നിർത്തിയ ചുംബനം അവൾ ഏറ്റെടുത്തു. ആര്യൻ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. അപ്പോഴും കണ്ണുകൾ അടച്ച് തൻ്റെ ചുണ്ടിനെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അവൻ ഇടുപ്പിലൂടെ കൈ ചേർത്തുകൊണ്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. ആർക്കും വിട്ടുകൊടുക്കില്ല, എൻ്റെയാണ്, എൻ്റെ മാത്രമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു. സങ്കടങ്ങളെല്ലാം പെയ്തൊഴിയുന്നത് പോലെയായിരുന്നു അവൾക്ക് ആ ചുംബനം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.